ചേട്ടായി പുതിയ കമ്മീഷണറുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. 89781. ദുരസിംഗമല്ലേ നീ? എടാ കേരള പോലീസേ, ആന്ധ്രയിലേക്ക് വരാൻ നിൽക്കണ്ട. നീ വൈശാഖ സ്റ്റേഷനിൽ കാലെടുത്ത് വെച്ചാ നിന്റെ കാല് വിട്ടോടാ. എന്താ പറഞ്ഞത്? അവൻ എന്താ പറഞ്ഞത്? തിരക്ക് കാരണം അവന് മുടി വെട്ടാൻ പറ്റിയില്ല, അത് വെട്ടിക്കൊടുക്കാൻ അവൻ പറഞ്ഞത്. അവന്റെ കാല് മാത്രമല്ല, കഴുത്ത് വെട്ടടാ. വെട്ടി അരിയടാ മലയാളിയുടെ കാല്. മലയാളി കാതടാ, ഇന്ത്യൻ. ആരാടാ എനിക്ക് ഫോൺ ചെയ്തത്? ആരാടാ കേരള പോലീസ് ആന്ധ്ര പോലീസ് വേർതിരിച്ച് കണ്ടത്? തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക, കേരള എല്ലാം ഇന്ത്യയുടെ സ്റ്റേറ്റുകളാടാ, അല്ലാതെ വെവ്വേറെ രാജ്യങ്ങളല്ല. ഐ എം ആൻ ഇന്ത്യൻ പോലീസ്. പോലീസ് ഓഫീസറോ? രാജു, ടേക്ക് ഹിം. യെസ് സർ. സർ, എക്സ്ക്യൂസ് മീ സർ, യുവർ ഓട്ടോഗ്രാഫ് സർ. സർ, സർ ഓട്ടോഗ്രാഫ് സർ, പ്ലീസ്. ഡിയർ ഓഫീസേഴ്സ്, ഇന്ന് ചാർജ് എടുക്കുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ കേരളത്തിലെ പല ഗുണ്ടകളുടെ നിക്കർ അഴിപ്പിച്ച ആളാ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരികിട കാണിച്ചാ തൊപ്പി അടിക്കോ സർ? അല്ല ബെൽറ്റ് അടിക്കോ സർ? ഏതാ വെച്ചാ നീ? സാറിപ്പോ ഒരു നീ കൊണ്ട് മാറിയതേ. എക്സ്ക്യൂസ് മീ സർ, ഒരു ഓട്ടോഗ്രാഫ് സർ. നീ? ഐ എം വിദ്യ സർ. രാവിലെ കണ്ടപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫ് ചോദിച്ചായിരുന്നു, സാർ തരാതെ പോയി. വെറുതെ ചോദിച്ചാണെന്നാ കരുതി? സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? എന്റെ ഓട്ടോഗ്രാഫ് നിനക്കെന്തിനാ? ഒരു പബ്ലിക് പ്ലേസിൽ 10 റൗഡികളെ എടുത്തിട്ട് അടിക്കാൻ ഒരു പോലീസ് ഓഫീസറിനും ധൈര്യം ഉണ്ടാവില്ല. അക്കോർഡിംഗ് ടു മീ, യു ആർ എ ഹീറോ ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ദുരൈ സിംഗം. ഐ ലൈക്ക് ലയൺ സർ. പെൺകുട്ടികളെ പോലീസ് സ്റ്റേഷൻ അടുത്ത് വരാൻ പാടില്ല. അപ്പൊ വീട്ടിലേക്ക് വന്നോട്ടെ സർ? ഓവറായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോ കുറേശ്ശെ സംസാരിച്ച ഓക്കെ ആണെന്നൊന്ന് ചോദിക്കോ സർ? സാർ ഒരു സ്ട്രിക്റ്റ് ആയ ഓഫീസറാണെന്നാ കേട്ടത്. അതിന്റെ കൂടെ വരുന്ന വഴിക്ക് 12 പേരെ അടിച്ച് ഫ്ലാറ്റ് ആക്കി വെയിറ്റ് ആയിട്ടുള്ള ഓഫീസറാണെന്ന് തെളിയിച്ചില്ലേ സാർ? അവരൊക്കെ ആരാണ്, എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നെന്ന് അന്വേഷിച്ചോ നിങ്ങൾ? സാർ അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞു സാർ. എന്നാൽ ആ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ? സാറ് ബ്ലൂ കളർ ഷർട്ട് ഇട്ടിരുന്നത് അവന്മാർക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത്രേ. അതുകൊണ്ടാ സാറിനെ അവന്മാര്. ബ്ലൂ കളർ ഇഷ്ടമല്ലേ? എന്നാ പെട്ടെന്ന് അവരെ റിലീസ് ചെയ്യും. സാർ FIR എഴുതി കഴിഞ്ഞു സാർ. അതൊക്കെ കീറിക്കളയെ. നിങ്ങളല്ലേ പറഞ്ഞത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഓഫീസറാണ്, ഇപ്പൊ നല്ല ലൂസ് ആയിട്ടാണല്ലോ തോന്നുന്നത്. സർ, കമ്മീഷണറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലിലുണ്ട്. എടോ, ഞാനെന്താ കമ്മീഷണറുടെ കൊലപാതകം കണ്ടുപിടിക്കാൻ വന്ന?
ആന്ധ്രയിൽ വന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതി വന്നപ്പോഴേ എന്നെ ജോലി ഏൽപ്പിക്കാൻ. സർ, ഞാൻ SI ശ്രീനിവാസൻ. ഇത് കോൺസ്റ്റബിൾ അനുമന്ത്. ഈ കേസിൽ സാറിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI അപ്പോയിന്റ് ചെയ്തതാണ്. കുറച്ച് നാളത്തേക്ക് ഈ കാര്യം വേറെ ആരും അറിയാൻ പാടില്ല. യെസ് സർ. ആ ഫയൽ ആ ടേബിളിൽ നനങ്ങരുത്. എന്നാൽ അതിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും സോഫ്റ്റ് കോപ്പി എൻ്റെ ലാപ്പിലുണ്ടാവും. ശരി സർ. ഇവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിൻ്റെയും ക്യാരക്ടേഴ്സ്, സർവീസ് റെക്കോർഡ്സ് 2 ദിവസത്തിൽ എനിക്ക് വേണം, ഇൻക്ലൂഡിംഗ് സുബ്രാവ്. സർ. രാവിലെ ട്രെയിനിൽ വരുമ്പോൾ എന്നെ ഒരുത്തം വിളിച്ചായിരുന്നു. ട്രൂ കോളറിൽ PM സെൽവെന്നാണ് കണ്ടത്. സർ, അവൻ റെഡ്ഡിയുടെ ആളാണ്. ഡിഡ് യു മീൻ MS റെഡ്ഡി? യെസ് സർ. മധുസൂദന റെഡ്ഡി വിശാഖപട്ടണവും തുറമുഖവും തന്റെ അധികാരവും ആൾബലവും കൊണ്ട് സ്വന്തം വരുതിയിൽ നിർത്തിയിരിക്കുന്ന വ്യവസായിയും ദാതയുമാണ് ഇദ്ദേഹം. അതോടൊപ്പം സെൻട്രൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ രാംപ്രസാദിന്റെ സന്തത സഹചാരിയുമാണ്. റെഡ്ഡിയുടെ അനുവാദമില്ലാതെ ഒരു കണ്ടെയ്നറും പോർട്ടിനകത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും കഴിയില്ല. തന്നോട് സഹകരിക്കുന്നവരെ സഹായിക്കുകയും എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നതാണ് റെഡ്ഡിയുടെ ക്യാരക്ടർ. വിവരമില്ലടാ നിനക്കൊന്നും. പോലീസുകാരനാണോ അടിക്കുന്നേ? അവരാണെങ്കിൽ കമ്മീഷണറെ കൊന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അവന്റെ അടുത്ത് ആണോടാ പോയി ചൊറിഞ്ഞത്? നിങ്ങളാണ് കമ്മീഷണറെ കൊന്നെന്ന് പറഞ്ഞ് പിടിച്ച് അകത്താക്കിയ. എന്ത് ചെയ്യടാ നിങ്ങള്? പോലീസുകാരനോട് മുട്ടിട്ടുണ്ടെങ്കിൽ ജയിച്ച് കാണിക്കണം. പോയില്ലടാ. വിറ്റൽ സാറിനെ ഫോൺ വിളിക്കടാ. Wait. Sir, Reddy is on the line. Put him on speaker. പറഞ്ഞോ റെഡ്ഡി. വിറ്റൽ സാർ. മിസ്റ്റർ വിറ്റൽ പ്രസാദ് വിറ്റൽ സ്റ്റീൽസിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമാണ്. ഇന്ത്യയിലെ 28ാമത്തെ സമ്പന്നനും ഓസ്ട്രേലിയൻ സിറ്റിസണുമാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ രാംപ്രസാദ് സെൻട്രൽ ഏവിയേഷൻ മിനിസ്റ്ററും അമ്മ റെബേക്ക ഒരു ബ്രിട്ടീഷുകാരിയുമാണ്. സർ, സ്റ്റീവും വൈഫും ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. Ask them to have lunch. ഓസ്ട്രേലിയയിലുള്ള മുഴുവൻ അയൺ സ്ക്രാപ്പുകളും കോൺട്രാക്ട് എടുത്ത് ഇന്ത്യയിലുള്ള തന്റെ 4 സ്റ്റീൽ കമ്പനികളിലേക്കും ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ബഹുമതിയായ ഹൈ കമ്മീഷണർ പദവി ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. Hi, Vitil. How's the food? Delicious. And where is the agreement, What? Steve? Don't hit my wife. Where is the agreement, Steve? One which you signed against me with Melbourne Medical University. Is this how you behave with me? I'll tell you. It's in the bank locker. Which bank? Bank of Melbourne. Get him to Melbourne. I need the agreement tonight. Vitil, please, leave her. I'm sorry, baby, but your husband forced my hand on you. If he was an Indian husband, he would have confessed the very first slap on his wife. Divorce him. I'm sure you will get good guys for accomplice. I'll get you topmost treatment. Don't worry about it. How did you get injured? I fell from the 4th floor. No. You fell from the 1st floor. Okay. Call my choppers. Who's your daddy? Don't worry, everything will be fine. Callsign BH, Mohammed Honor. Hello, my son. Mom, is Dad with you? Darling, it's Vitul. Dad ready called from Vizag. He was complaining about police officer, CBI and blah 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 blah. എല്ലാത്തിനും കാരണം ആ പന്ന നാറി ഹോം മിനിസ്റ്ററാ. CBI ഡയറക്ടർ എന്റെ ഫ്രണ്ടാ. ഞാൻ നോക്കിക്കോളാം. Then deal with it. Pushing up. Okay. Taking off.